സ്റ്റുഡൻസ് ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് യൂണിറ്റ് 6-ലെ അതായത് ലാസ്റ്റ് യൂണിറ്റ്സിലെ മോഡ്യൂൾ 3, അതായത് തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, ഇന്റർനാഷണൽ ഇക്കണോമിക്സ് എന്നുള്ള ടോപ്പിക്കുകളാണ് ഈ മോഡ്യൂളിൽ ഡീൽ ചെയ്യുന്നത്. അതിനകത്ത് നിന്നുള്ള ട്രേഡ് തിയറീസ് ആണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ആയിട്ട്. അതായത് ആഡം സ്മിത്തിന്റെ തിയറി, ഡേവിഡ് റിക്കാർഡോന്റെ തിയറി, അതുപോലെ തന്നെ ഹെക്സ്ചെറോയുടെ തിയറി. ഈ 3 തിയറീസ് ആണ് ഇന്റർനാഷണൽ ട്രേഡ് തിയറിക്കകത്ത് ആദ്യമായിട്ട് നമ്മൾ സിലബസ് അനുസരിച്ച് നോക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ഈ തിയറീസിനകത്തുനിന്ന് ഇന്റർനാഷണൽ ഇക്കണോമിക്സിനകത്തുനിന്ന് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ഏരിയാസ് ആണ് ഈ തിയറീസ്. അതിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപേ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ലിസ്റ്റ് 1 ഇന്റർനാഷണൽ തിയറീസ് ലിസ്റ്റ് 2 കൊടുത്തേക്കുന്ന ഇന്റർനാഷണൽ തിയറിയുമായിട്ട് അതിന്റെ പ്രൊപ്പോണൻസിനെ മാച്ച് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡേവിഡ് റിക്കാർഡോന്റെ തിയറി ഏതാണ്? രണ്ടാമത്തെ മിച്ചൽ പോർട്ടൽ, മൂന്നാമത്തെ ആഡം സ്മിത്ത്, നാലാമത്തെ ഹെക്സ്ചെറോളിൻ തിയറം. ഈ തിയറത്തിനകത്ത് മാച്ച് ദ ഫോളോയിങ് ആണ്. അവർ പ്രൊപ്പോൺ ചെയ്ത തിയറീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നോക്കിക്കേ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത തിയറീസ് ആണ്. തിയറീസ് പ്രൊപ്പോണ്ട് ചെയ്ത ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലിസ്റ്റ് 1-ലെ പ്രൊപ്പോണൻസും ഏത് തിയറിയാണ് അവർ പ്രൊപ്പോണ്ട് ചെയ്തത്? ഓപ്ഷൻ ബി ആണ്, സെക്കൻഡ് ഓപ്ഷൻ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഏതാണ്? ഡേവിഡ് റിക്കാർഡോന്റെ തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. മിഷൽ പോർട്ടലിന്റെ തിയറി ഓഫ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നമ്മൾ പഠിച്ചിട്ടില്ലാത്ത തിയറിയാണ്. എന്നാലും ബാക്കി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്ത ആഡം സ്മിത്തിന്റെ തിയറി എന്താണ്? തിയറി ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്. അടുത്ത തിയറിയാണ് ഹെക്സ്ചെറോളിൻ തിയറി ഏതാണ്? ഫാക്ടർ എൻഡോമെന്റ് തിയറിയാണ് എന്ത്? ഹെക്സ്ചെറോളിൻ തിയറി എന്ന് പറയുന്നത്. ഓപ്ഷൻ 2 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. International trade is concerned with the exchange of goods and services with foreign countries. International trade എന്ന് പറഞ്ഞാൽ എന്താണ്? It is exchange of goods and services with foreign countries. Foreign countries-മായിട്ട്, നാഷണൽ ഇക്കണോമിയിൽ മാത്രമല്ല, ഫോറിൻ കൺട്രീസ്, ഔട്ട് ഓഫ് ദി കൺട്രീസ്, ഒരു രാജ്യത്തിന്റെ പുറത്തേക്ക് ഫോറിൻ കൺട്രീസുമായിട്ടുള്ള ഗുഡ്സിന്റെയും സർവീസസിന്റെയും എക്സ്ചേഞ്ച് ആണ് എന്ത്? ഇന്റർനാഷണൽ ട്രേഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. International trading provides an opportunity to facilitate the trade of goods and services outside the home country. International ട്രേഡിലൂടെ ഗുഡ്സും സർവീസസും ഒരു രാജ്യത്തിന്, അതായത് ഹോം കൺട്രിയുടെ പുറത്തേക്ക് മൂവ് ചെയ്യുന്നതിന് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ ഫോർ ദോസ് കൺട്രീസ് ബട്ട് ഡൊമസ്റ്റിക് ട്രേഡ് ഇസ് നോട്ട് സഫീഷ്യന്റ് ടു ഫുൾ ദി ഡൊമസ്റ്റിക് കൺസ്യൂമർ ഡിമാൻഡ്. ഇന്റർനാഷണൽ ട്രേഡ് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടിരിക്കുന്നത് അതിന്റെ ആവശ്യകത എന്തുകൊണ്ടാണ്? ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഡൊമസ്റ്റിക്കലി അവൈലബിൾ ആവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഡൊമസ്റ്റിക് കൺട്രിയിലെ കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യുവാൻ വേണ്ടി ഡൊമസ്റ്റിക് കൺട്രീസിന് സാധിക്കുന്നില്ലെങ്കിൽ ഇന്റർനാഷണൽ കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഗുഡ്സും സർവീസസും മേടിക്കുന്നു, അല്ലെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതാണ് എന്താ ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ട്രേഡ് തിയറീസിനെ നമ്മൾ രണ്ടായിട്ട് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ക്ലാസിക്കൽ or country based trade theories, രണ്ടാമത്തെ modern or firm based trade theories. രണ്ട് ബ്രോഡ് ക്ലാസിഫിക്കേഷനിലാണ് നമ്മൾ ഇവിടെ ഇന്റർനാഷണൽ ട്രേഡ് തിയറീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ആദ്യത്തെ ക്ലാസിക്കൽ ഓർ കൺട്രി ബേസ്ഡ് തിയറീസ്, രണ്ടാമത്തെ മോഡേൺ ഓർ ഫേം ബേസ്ഡ് തിയറീസ്. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ രണ്ട് ബ്രോഡ് കാറ്റഗറീസ് ഓഫ് തിയറീസിനകത്ത് എന്തൊക്കെ തിയറീസ് ഉൾപ്പെടുത്തും, അല്ലെങ്കിൽ ഈ രണ്ട് ബ്രോഡ് കാറ്റഗറിക്കകത്ത് രണ്ട് കാറ്റഗറി ആയിട്ട് നമ്മൾ ഇന്റർനാഷണൽ ട്രേഡ് തിയറീസിനെ ക്ലാസിഫൈ ചെയ്തു. ഫസ്റ്റ് വൺ ഏതായിരുന്നു? ക്ലാസിക്കൽ ഓർ കൺട്രി ബേസ്ഡ് ട്രേഡ് തിയറീസ്. അതിനകത്ത് ഏതൊക്കെ തിയറീസ് വരും? ഫസ്റ്റ് തിയറി, അതായത് ക്ലാസിക്കൽ ആയതുകൊണ്ട് തന്നെ ആദ്യം വന്ന തിയറികൾ, അല്ലെങ്കിൽ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകാർ ക്ലാസിക്കൽ ഐഡിയോളജി പ്രൊപ്പോണ്ട് ചെയ്ത തിയറീസ് ആണ് എന്ത്? മെർക്കന്റിലിസ്റ്റ് തിയറി, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി, ഹെക്സ്ചെറോളിൻ തിയറി. ഇത് നാലും, അല്ലെങ്കിൽ ഈ തിയറീസ് ഒക്കെ എന്തിനെ പ്രൊപ്പോണ്ട് ചെയ്തതാണ്? ക്ലാസിക്കൽ കൺട്രി ബേസ്ഡ് തിയറീസ് ആയിട്ട്, ട്രേഡ് തിയറീസ് ആയിട്ട് വന്ന തിയറികളാണ്. ഏതൊക്കെയാണ്? മെർക്കന്റിലിസം, അതുപോലെ തന്നെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി, ഹെക്സ്ചെറോളിൻ തിയറി. രണ്ടാമത്തെ കാറ്റഗറിയാണ് മോഡേൺ ഓർ ഫേം ബേസ്ഡ് ട്രേഡ് തിയറീസ്. അത് എന്തൊക്കെയാണ്? അത് മോഡേൺ തിയറീസ് ആണ്, അല്ലെങ്കിൽ ഫേം ഓറിയന്റഡ് ആയിട്ട്, കൺട്രിയെ കാട്ടിലും ഫേം ഓറിയന്റഡ് ആയിട്ടുള്ള ട്രേഡ് തിയറീസ് ആണ്. മറ്റേതൊരു കൺട്രി ഇന്റർനാഷണൽ ട്രേഡിൽ ഏർപ്പെടുകയായിരുന്നെങ്കിൽ മോഡേൺ തിയറിക്കകത്ത് ഫേം ആണ് അവിടെ ഇന്റർനാഷണൽ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ തിയറീസ് ആണ്. ഫസ്റ്റ് വൺ, കൺട്രി ഓർ പ്രിഫറൻസ് സിമിലാരിറ്റി ഹൈപ്പോത്തസിസ്, അല്ലെങ്കിൽ പ്രിഫറൻസ് സിമിലാരിറ്റി തിയറി ബൈ ലിൻഡർ, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി ബൈ റെയ്മണ്ട് വെർണോൺ, ഗ്ലോബൽ സ്ട്രാറ്റജിക് റൈവലറി തിയറി, പോർട്ടേഴ്സ് നാഷണൽ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് തിയറി. ഈ തിയറീസിനൊക്കെ പേര് മാത്രം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. സിലബസിലുള്ള തിയറീസ് നമ്മൾ ബ്രോഡായിട്ട് പഠിച്ചിരിക്കണം.
കൺട്രി സിമിലാരിറ്റി തിയറി അല്ലെ പ്രിഫറൻസ് സിമിലാരിറ്റി തിയറി എന്ന് അറിയപ്പെടും. അത് പ്രൊപ്പോണ്ട് ചെയ്തത് ലിൻഡർ ആണ്. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി റെയ്മോണ്ടിന്റെ ആണ്. ഗ്ലോബൽ സ്ട്രാറ്റജിക് റൈവലറി തിയറി ഉണ്ട്. അതുപോലെ തന്നെ പോർട്ടറിന്റെ നാഷണൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി. ഇതൊക്കെയാണ് മോഡേൺ ഫേം ബേസ്ഡ് ട്രേഡ് തിയറീസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ അധികം ഇതിലും അധികമായിട്ട് ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് തിയറികളാണ്. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നോക്കുമ്പോൾ അബ്സല്യൂട്ട്, കമ്പാരിറ്റീവ്, നെക്സ്റ്റ് റോളിംഗ്, അതുപോലെ തന്നെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. കൺട്രി ബേസ്ഡ് തിയറിക്കകത്ത് ആദ്യം നമ്മൾ അറിയേണ്ടത് മെർക്കന്റിലിസം ആണ്. ഓൾഡസ്റ്റ് ഇന്റർനാഷണൽ ട്രേഡ് തിയറിയാണ് എന്ത് മെർക്കന്റിലിസം എന്ന് പറയുന്നത്. വളരെ ഓൾഡസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡ് തിയറിക്കകത്ത് ആദ്യം വന്ന തിയറി മെർക്കന്റിലിസം ആയിരുന്നു. തോമസ് മുൻ ആണ് ആദ്യമായിട്ട് ഈ തിയറി അല്ലെങ്കിൽ ഈ ടേം പ്രൊപ്പോണ്ട് ചെയ്തത്. ഇറ്റ് സ്റ്റേറ്റഡ് ദാറ്റ് ഇക്കണോമിക് സ്ട്രെങ്ത് ഓഫ് എനി കൺട്രി ഡിപ്പെൻഡ്സ് ഓൺ ദി എമൗണ്ട് ഓഫ് സിൽവർ ആൻഡ് ഗോൾഡ് ഹോൾഡിംഗ്സ്. ഏർലിയസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ ഇക്കണോമിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ആ രാജ്യത്തിനുള്ള സിൽവർ അതുപോലെ തന്നെ ഗോൾഡ് ഹോൾഡിംഗ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഗ്രേറ്റർ ആർ ദി ഹോൾഡിംഗ്സ് മോർ ഇക്കണോമിക്കലി ഇൻഡിപെൻഡന്റ് കൺട്രീസ്. ഒരു ഹോൾഡിംഗ്സ് ഗ്രേറ്റർ ആണെങ്കിൽ ഇക്കണോമിക്കലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും ഒരു രാജ്യം. ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ ദി 16th സെഞ്ചുറി, 16ാം നൂറ്റാണ്ട് 1630 കൂടി വന്നൊരു തിയറിയാണിത്. ഈ മെർക്കന്റിലിസം വാസ് വൺ ഓഫ് ദി ഏർലിയസ്റ്റ് എഫേർട്ട് ടു ഡെവലപ്പ് ആൻ ഇക്കണോമിക് തിയറി. ഒരു ഇക്കണോമിക് തിയറി ഡെവലപ്പ് ചെയ്ത് വന്നതിൽ ഏറ്റവും ആദ്യം വന്നതാണ് മെർക്കന്റിലിസം. അക്കോർഡിംഗ് ടു ദിസ് തിയറി, കൺട്രീസ് വെൽത്ത് വാസ് സോൾലി ഡിറ്റർമൈൻഡ് ബൈ ദി എമൗണ്ട് ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ റിസർവ്സ് ഹെൽഡ് ബൈ ദി കൺട്രി. ഒരു രാജ്യത്തിലെ ഗോൾഡ് ആൻഡ് റിസർവ്സിനെ ബേസ് ചെയ്തിട്ടാണ് ആ രാജ്യത്തിൽ എത്രത്തോളം എക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നു. അപ്പൊ ഗോൾഡ് ആൻഡ് സിൽവർ ഹോൾഡിംഗ്സ് അല്ലെ റിസർവ്സ് കൂടുതലുള്ളിടത്ത് എന്താണ് ട്രേഡിംഗ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഇക്കണോമിക് ആക്ടിവിറ്റീസും വളരെയധികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്തിന് എന്തുണ്ടായിരുന്നു? ഇക്കണോമിക് വെൽത്ത് ഉണ്ടായിരുന്നു. അടുത്തതാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇന്റർനാഷണൽ ട്രേഡ് തിയറി ആണ്. ആഡം സ്മിത്തിന്റെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ആരാണ് പ്രൊപ്പോണ്ട് ചെയ്തത്? 1776 ആഡം സ്മിത്ത് ആണ്. ദ ഫോക്കസ് ഓഫ് ദിസ് തിയറി ഈസ് ഓൺ ദി എബിലിറ്റി ഓഫ് എ കൺട്രി ടു പ്രൊഡ്യൂസ് എ ഗുഡ് മോർ എഫിഷ്യന്റ്ലി ദാൻ അനദർ നേഷൻ. എങ്ങനെയാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്? ആ ടേം പറയുന്നത് പോലെ തന്നെ രണ്ട് രാജ്യങ്ങൾ എടുക്കുമ്പോൾ രണ്ട് രാജ്യങ്ങളിൽ ഏത് രാജ്യത്തിനാണോ കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത്, അബ്സല്യൂട്ട് ടേംസിലെ അഡ്വാൻറ്റേജ് ഉള്ളത്, അതാണ് എന്ത്? അവരാണ് ട്രേഡ് ആദ്യമായിട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ട്രേഡ് ആക്ടിവിറ്റീസ് നടക്കുന്നത്. അപ്പൊ ആ രാജ്യത്തിലായിരിക്കും ആ പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് എ കൺട്രി ടു പ്രൊഡ്യൂസ് എ ഗുഡ് മോർ എഫിഷ്യന്റ്ലി ദാൻ അനദർ നേഷൻ. ഇപ്പം ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ലേബർ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു രാജ്യത്തായിരിക്കും സാധിക്കുന്നത്. അപ്പൊ ആ രാജ്യം, അതായത് ഇപ്പൊ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ലേബറിന്റെ ആവശ്യമുള്ള പ്രോഡക്റ്റ് മോർ എഫിഷ്യന്റ്ലി പ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പൊ ആ പ്രോഡക്റ്റിന് എവിടെയാണ് എഫിഷ്യൻസി ഉള്ളത്, അല്ലെങ്കിൽ ആർക്കാണ് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്? ആ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യത്തായിരിക്കും. അപ്പൊ അബ്സല്യൂട്ട് ടേംസിൽ ഏത് രാജ്യത്തിനാണോ മോർ എഫിഷ്യന്റ്ലി ഒരു പ്രോഡക്റ്റ്, മോർ എഫിഷ്യന്റ്ലി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ലെസ് കോസ്റ്റില് മോർ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഏത് രാജ്യത്തിനാണോ അബ്സല്യൂട്ട് ടേംസിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുവാൻ സാധിക്കുന്നത്, അതെന്താണ്? അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിക്കകത്ത് എഫിഷ്യന്റ് നേഷൻ എന്ന് പറയുന്നു. ആഡം സ്മിത്ത് assumed that trade between countries shouldn't be influenced or restricted by government policy or intervention. ക്ലാസിക്കൽ തിയറി ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റ് പോളിസിയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇന്റർവെൻഷനോ ഒരിക്കലും ട്രേഡ് ആക്ടിവിറ്റീസിനെ ഹിൻഡർ ചെയ്യുവാനായിട്ട് പാടില്ല. മാനുഫാക്ചറിംഗ് ഓഫ് എ പ്രോഡക്റ്റ് വിത്ത് ഹൈ എഫിഷ്യൻസി as compared to any other country on the globe is highly advantageous. മറ്റു രാജ്യത്തെ വെച്ച് നോക്കുമ്പോൾ എഫിഷ്യന്റ് ആയിട്ട് ഏത് രാജ്യത്തിനാണോ ഒരു പ്രോഡക്റ്റ് എഫിഷ്യന്റ്ലി പ്രൊഡ്യൂസ് ചെയ്യുവാൻ സാധിക്കുന്നത്, ആ രാജ്യത്തിനാണ് എന്തുള്ളത്? അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്. ആ രാജ്യമായിരിക്കും ട്രേഡ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നത്. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിക്കകത്ത് ആഡം സ്മിത്ത് അസ്യൂം ചെയ്ത് രണ്ട് കൺട്രീസ്, ഈ ലോകത്തില് ടു വേൾഡ് കൺട്രിയെ പറ്റിയാണ് അസ്യൂം, അതായത് എ ആൻഡ് ബി എന്ന് പറഞ്ഞ രണ്ട് കൺട്രീസിനെയാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇഫ് എ കുഡ് പ്രൊഡ്യൂസ് എ ഗുഡ് ചീപ്പർ ഓർ ഫാസ്റ്റർ ദാൻ കൺട്രി ബി, then country A had the advantage and would focus on specializing in producing that good and enhancing efficiency and vice versa. രണ്ട് രാജ്യങ്ങൾ, അതായത് ടു കൺട്രി വേൾഡ് ആണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അതായത് കൺട്രി എക്ക് കൺട്രി ബിയെക്കാട്ടിലും ഒരു ഗുഡ് ചീപ്പർ ആയിട്ടോ ഫാസ്റ്റർ ആയിട്ടോ പ്രൊഡ്യൂസ് ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ കൺട്രി എ എന്താണ്? ആ ഗുഡില് അഡ്വാൻറ്റേജ് ഉള്ള, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ള രാജ്യമാണ്. അതാണ് എന്ത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. The concept can just be understood by the idea that if two countries specializes in exactly the same kind of product, however, the product of one country being better in quality or lower in price will bring tremendous absolute advantage. അപ്പൊ എന്താണ്? രണ്ട് രാജ്യങ്ങൾക്കും
ഒരേപോലെ തന്നെ ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുവാൻ, അതായത് ഒരു രണ്ട് രാജ്യങ്ങൾക്കും ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ പോലും ഏത് രാജ്യത്തിനാണോ അത് മോർ എഫിഷ്യന്റ്ലി മോർ ഗുഡ് ക്വാളിറ്റിയിൽ ലോവർ പ്രൈസിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നത്, ആ രാജ്യത്തിനാണ് എന്തുള്ളത്, ആ ഗുഡിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബൈസൈക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രി എയും കൺട്രി ബിയും രണ്ടുപേരും ഒരേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബൈസൈക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ കൺട്രി എയിൽ നിന്നുള്ള ബൈസൈക്കിളിനാണ് എന്ത് കുറച്ചും കൂടെ ക്വാളിറ്റി, അതുപോലെ തന്നെ പ്രൈസും കുറവാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്, കൺട്രി എയിലാണ് എന്തുള്ളത്, ബൈസൈക്കിൾ പ്രൊഡക്ഷൻ എഫിഷ്യന്റ്ലി നടക്കുന്നത്. അതാണ് എന്ത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആഡം സ്മിത്ത് അങ്ങനെയാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് കൺട്രീസും സ്പെഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ഏത് കൺട്രിയിലാണോ ഏറ്റവും അധികം എഫിഷ്യന്റ്ലി അത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്, ആ രാജ്യത്തിനായിരിക്കും മറ്റു രാജ്യത്തെക്കാട്ടിലും എഫിഷ്യന്റ്ലി പ്രൊഡക്ഷൻ നടക്കുന്നത്. ആ രാജ്യത്തിനാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദാറ്റ് ഗുഡ് ഉള്ളത്. For another point of view, if two countries specializes in entirely different products, then they can quickly increase their influence in their localities by having trade with each other. നേരെ തിരിച്ച് രണ്ട് രാജ്യങ്ങളും രണ്ട് ഗുഡുകളിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, അവർക്ക് എഫിഷ്യന്റ്ലി അവരുടെ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുവാനും അത് രണ്ടും എക്സ്ചേഞ്ച് ചെയ്യുവാനായിട്ട് സാധിക്കും. ഒരു രാജ്യം ബൈസൈക്കിൾ, മറ്റൊരു രാജ്യം ബൈക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ കൺട്രി എ ബൈസൈക്കിൾ, കൺട്രി ബി ബൈക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ കൺട്രി എയിൽ നിന്നും കൺട്രി ബിയിലേക്ക് ബൈസൈക്കിളും, അതുപോലെ തന്നെ കൺട്രി ബിയിൽ നിന്നും കൺട്രി എയിലേക്ക് ബൈക്കും കൊടുത്ത് ട്രേഡ് എക്സ്ചേഞ്ച് ചെയ്ത് ട്രേഡ് നടത്തുവാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിലൂടെ ആഡം സ്മിത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ആരുടെയാണ്, ആഡം സ്മിത്ത്. എ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആഡം സ്മിത്ത് തിയറി. അടുത്ത ഇന്റർനാഷണൽ ട്രേഡ് തിയറിയാണ് ഡേവിഡ് റിക്കാർഡോയുടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി പ്രൊപ്പൗണ്ടഡ് ബൈ ഡേവിഡ് റിക്കാർഡോ 1817 പ്രൊപ്പൗണ്ട് ചെയ്തതാണ് ഡേവിഡ് റിക്കാർഡോ ഈ കോൺസെപ്റ്റ്. ഇതിനകത്ത് എന്താണ്, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജിനെക്കാട്ടും കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് occurs when a country cannot produce a product more efficiently than the other country. However, it can produce that product better and more efficiently than it does other good. The essence of this theory exists in fact of comparing the opportunity cost of both products. അപ്പം കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിനകത്ത് മറ്റുള്ളതിനെ പോലെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് അല്ല, എന്നാൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. ഒരു കൺട്രി, അതായത് കൺട്രി എയിൽ രണ്ട് പ്രോഡക്റ്റ് ഉണ്ട്, അതായത് ഗുഡ് എയും ഗുഡ് ബിയും. ഗുഡ് എ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് കൺട്രി എയിൽ മോർ എഫിഷ്യന്റ്ലി പ്രൊഡ്യൂസ് ചെയ്യുവാൻ സാധിക്കും ദാൻ ഗുഡ് ബി. ഗുഡ് ബിനെക്കാട്ടിലും ഗുഡ് എ ആണ് കുറച്ചും കൂടെ അഡ്വാൻറ്റേജസ് ആയിട്ട് അതിന് പ്രൊഡ്യൂസ് ചെയ്യുവാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗുഡ് എ ആയിരിക്കും കൺട്രി എ പ്രൊപ്പോർട്ട് ചെയ്യുന്നത്. കൺട്രി എ എക്സ്പോർട്ട് ചെയ്യുന്നത് ഏതായിരിക്കും, കൺട്രി എ എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെ കൺട്രി എ എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗുഡ് എ ആണെങ്കിൽ ആ ഗുഡ് ആയിരിക്കും ആ രാജ്യം പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഒരു രാജ്യത്ത് രണ്ട് ഗുഡുകൾ ഉണ്ടെങ്കിൽ ആ രണ്ട് ഗുഡുകളിൽ ഏത് ഗുഡിനാണോ മോർ എഫിഷ്യന്റ്ലി പ്രൊഡ്യൂസ് ചെയ്യുവാൻ ഒരു രാജ്യത്തിന് സാധിക്കുന്നത് ആ ഗുഡ് ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ട്രേഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. അതാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, രണ്ട് ഗുഡുകളിൽ എങ്ങനെയാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് മനസ്സിലാക്കുന്നത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റിലൂടെയാണ് ഈ രണ്ട് പ്രോഡക്റ്റും കമ്പയർ ചെയ്യപ്പെടുന്നത്. അപ്പൊ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ഇതിനകത്ത് വരുന്നതാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇതിനകത്ത് വരുന്നതാണെന്ന് ചോദിച്ചാൽ അത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കോണം ഡേവിഡ് റിക്കാർഡോയുടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് നടത്തുന്നത് എങ്ങനെയാണ്, രണ്ട് ഗുഡുകൾ തമ്മിലുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ ബേസിസിലായിരിക്കും. In Ricardo's theory, which was based on labor theory of value, the only factor of production എന്ന് പറഞ്ഞാൽ ഏതാണ്, ലേബർ ആണ്. The fact that one country could produce everything more efficiently than another was not an argument against international trade. എല്ലാ രാജ്യത്തിനും ഒരു രാജ്യത്തിന് എല്ലാ പ്രൊഡക്റ്റും മറ്റു രാജ്യങ്ങളെക്കാട്ടിലും എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ആ രാജ്യത്തിന് എന്തുണ്ട്, ഒരു എഫിഷ്യന്റ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് നടക്കുന്നുണ്ട്. അപ്പം കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഡേവിഡ് റിക്കാർഡോ പ്രൊപ്പൗണ്ട് ചെയ്തതാണ്. 1817 വന്ന തിയറിയാണ്. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജിന് ശേഷം വന്ന തിയറിയാണ്. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു രാജ്യത്തിൽ രണ്ടോ അതിൽ കൂടുതലോ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഏത് പ്രോഡക്റ്റിനാണ് ലെസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉള്ളത് അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റ് ആണ് മോർ എഫിഷ്യന്റ്ലി പ്രൊഡ്യൂസ് ചെയ്യുവാൻ സാധിക്കുന്നത് ആ പ്രോഡക്റ്റ് ആയിരിക്കും കമ്പാരിറ്റീവ്ലി അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത്.
കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി, ഡേവിഡ് റിക്കാർഡോയുടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട്, അതായത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ റിക്കാർഡോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. അതായത് എന്താണ് ഡേവിഡ് റിക്കാർഡോയുടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് സാധിക്കുന്നത്, രണ്ട് കൺട്രീസും രണ്ട് ഗുഡും ഉള്ള ഒരു വേൾഡ് ആണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്. 2 കൺട്രീസ് ഉണ്ട്, 2 ഗുഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ് 2 കൺട്രീസ്? കൺട്രി എയും കൺട്രി ബിയും. 2 ഗുഡ്സ് ഏതൊക്കെയാണ്? ഗുഡ് എക്സും ഗുഡ് ബൈയും. If country A must give up 3 units of good X for every unit of good Y produced, country Aക്ക് 3 യൂണിറ്റ് ഓഫ് ഗുഡ് എക്സ് കൊടുത്താൽ മാത്രമേ 1 യൂണിറ്റ് ഓഫ് Y പ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ കൺട്രി ബിക്ക് എങ്ങനെയാണ്? കൺട്രി ബിക്ക് 2 യൂണിറ്റ് ഓഫ് ഗുഡ് എക്സ് കൊടുത്താൽ 1 യൂണിറ്റ് ഓഫ് Y പ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പം വൈക്ക് അല്ലെങ്കിൽ കൺട്രി ബിക്ക് 1 യൂണിറ്റ് ഓഫ് ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 2 ഗുഡ് എക്സ് കൊടുത്താൽ മതി. എന്നാൽ കൺട്രി എക്ക് 1 യൂണിറ്റ് ഓഫ് Y പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 3 ഗുഡ് എക്സ് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ആർക്കാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവായിട്ടുള്ളത്? കൺട്രി ബിക്കാണ്. കൺട്രി ബിക്കാണ് 1 യൂണിറ്റ് ഓഫ് Y പ്രൊഡ്യൂസ് ചെയ്യുവാൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കൺട്രി ബി ആണ് കമ്പാരിറ്റീവ്ലി അഡ്വാൻറ്റേജസ്. കമ്പാരിറ്റീവ്ലി രണ്ട് കൺട്രീസ് നോക്കുമ്പോഴും ഏത് രാജ്യത്തിലാണ് 1 ഗുഡ് ഓഫ് Y പ്രൊഡ്യൂസ് ചെയ്യുവാൻ കുറച്ച് കമ്പാരിറ്റീവ്ലി അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്? കൺട്രി ബിയിലാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ കൺട്രി ബി Y യൂണിറ്റ് ഓഫ് ഗുഡ് Y ഗുഡ് സ്പെഷ്യലൈസ് ചെയ്തെങ്കിൽ മാത്രമേ കൺട്രി എയും കൺട്രി ബിയും ഒരേപോലെ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? ബെനിഫിഷ്യൽ ആവത്തുള്ളൂ. കൺട്രി ബി Y യൂണിറ്റ് ഓഫ് ഗുഡിൽ സ്പെഷ്യലൈസ് Y ഗുഡിൽ സ്പെഷ്യലൈസ് ചെയ്തെങ്കിൽ കൺട്രി ഏതിൽ സ്പെഷ്യലൈസ് ചെയ്യും? ഗുഡ് എക്സിൽ സ്പെഷ്യലൈസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ട്രേഡ് എന്താവത്തുള്ളൂ? അഡ്വാൻറ്റേജസ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ആവത്തുള്ളൂ എന്നാണ് ആര് പറഞ്ഞത്? ഡേവിഡ് റിക്കാർഡോ പറഞ്ഞത്. അപ്പൊ ഇത്ര നിങ്ങൾ മനസ്സിലാക്കിയിരുന്നത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഡേവിഡ് റിക്കാർഡോയുടെയാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറി ബേസ് ചെയ്ത്, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ ബേസിസിലാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ബിറ്റ്വീൻ ഗുഡ്സ് തീരുമാനിക്കപ്പെടുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഹെക്ഷർ-ഒഹ്ലിൻ തിയറിയാണ്. എലി ഹെക്ഷറിന്റെയും ഒഹ്ലിന്റെയും തിയറിയാണ് ഹെക്ഷർ-ഒഹ്ലിൻ തിയറി. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഇന്റർനാഷണൽ ട്രേഡ് തിയറി. ഇന്റർനാഷണൽ ട്രേഡ് തിയറിക്കകത്ത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു തിയറിയാണ് ഹെക്ഷർ-ഒഹ്ലിൻ തിയറി. ഈ തിയറി എന്താണ് പറയുന്നത് വെച്ചാൽ, എ തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ് അക്കോർഡിംഗ് ടു വിച്ച് കൺട്രീസ് ഇൻ വിച്ച് ക്യാപിറ്റൽ ഇസ് റിലേറ്റീവ്ലി പ്ലെന്റിഫുൾ ആൻഡ് ലേബർ റിലേറ്റീവ്ലി സ്കേഴ്സ് വിൽ ടെൻഡ് ടു എക്സ്പോർട്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രോഡക്ട്സ് ആൻഡ് ഇമ്പോർട്ട് ലേബർ ഇൻറ്റൻസീവ് പ്രോഡക്ട്സ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തന്നെയാണ് ഇവിടെയും കണക്കാക്കുന്നത്. എന്നാൽ എങ്ങനെയാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത് എന്നാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനകത്ത് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിനകത്ത്. എന്നാൽ ഇതിനകത്ത് എങ്ങനെയായിരിക്കും? ഇതിനകത്ത് ഹെക്ഷർ-ഒഹ്ലിൻ എക്സ്പ്ലെയിൻ ചെയ്ത കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഒരു രാജ്യത്ത് 2 ഫാക്ടേഴ്സ് ആയിരിക്കും ഉള്ളത്, ക്യാപിറ്റലും ലേബറും. അതിനകത്ത് അബണ്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണ്? ക്യാപിറ്റലാണോ അബണ്ടൻ്റ് അതോ ലേബറാണോ അബണ്ടൻ്റ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൺട്രി എയിൽ ക്യാപിറ്റൽ അബണ്ടൻ്റ് ആണ്, ക്യാപിറ്റൽ ഒത്തിരി ഉണ്ട്, ലേബറിനെക്കാട്ടിലും അബണ്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണ്? ക്യാപിറ്റലാണ്. അങ്ങനെയാണെങ്കിൽ ആ രാജ്യം ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും എക്സ്പോർട്ട് ചെയ്യുന്നത്. ആ പ്രോഡക്റ്റ് ഏതായിരിക്കും? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിരിക്കും, അല്ലെ ക്യാപിറ്റൽ അധികം വേണ്ടുന്ന പ്രോഡക്റ്റ്, ക്യാപിറ്റൽ വേണ്ടുന്ന പ്രോഡക്റ്റ് ആയിരിക്കും. പ്രൊഡക്ഷന് വേണ്ടി ക്യാപിറ്റൽ അധികം ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ആ രാജ്യം എക്സ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്കെയർ ഫാക്ടർ ഏത് ഫാക്ടറാണോ കുറവുള്ളത് ആ ഫാക്ടറിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുകയും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഇതിനകത്ത് 2 ഫാക്ടേഴ്സ് ഉണ്ട്. എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ലേബർ അബണ്ടൻറ്റും ക്യാപിറ്റൽ സ്കെയറും, അല്ലെങ്കിൽ ലേബർ സ്കെയറും ക്യാപിറ്റൽ അബണ്ടൻറ്റും. ഒന്നി ലേബർ ആയിരിക്കും അവിടെ അബണ്ടൻറ്റ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ആയിരിക്കും അബണ്ടൻറ്റ്. ലേബർ ആണ് അബണ്ടൻ്റ് എങ്കിൽ ആ രാജ്യം ലേബർ ഇൻറ്റൻസീവ് പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യും. ക്യാപിറ്റൽ ആണ് അബണ്ടൻ്റ് എങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യും. ലേബർ ആണ് സ്കെയർസ് എങ്കിൽ ലേബർ ഇൻറ്റൻസീവ് പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യും. ക്യാപിറ്റൽ ആണ് സ്കെയർ എങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രോഡക്റ്റ് അവിടെ എന്ത് ചെയ്യും? ഇമ്പോർട്ട് ചെയ്യും. ഇതാണ് സിമ്പിളായിട്ട് ഹെക്ഷർ-ഒഹ്ലിൻ തിയറിയും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലേബർ ഇൻറ്റൻസീവും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന കോൺസെപ്റ്റിലൂടെയാണ് അദ്ദേഹം കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഏത് ഫാക്ടറാണോ അബണ്ടൻ്റ് ആയിട്ടുള്ളത് ആ ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ രാജ്യത്തിൻ്റെ എക്സ്പോർട്ട് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സം കൺട്രീസ് ആർ റിലേറ്റീവ്ലി വെൽ എൻഡോഡ് വിത്ത് ക്യാപിറ്റൽ. ദ ടിപ്പിക്കൽ വർക്കർ ഹാസ് പ്ലെൻറ്റി ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ടു അസിസ്റ്റ് ദ വർക്ക്. ഇൻ സച്ച് കൺട്രീസ് വേജ് റേറ്റ്സ് ആർ ജനറലി ഹൈ. അങ്ങനത്തെ ചില രാജ്യങ്ങൾ എന്താണ്?
ക്യാപിറ്റൽ റിലേറ്റീവ്ലി എന്തായിരിക്കും, വെൽ എൻഡൗഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വർക്കറിനെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് എന്താണുള്ളത്, അത്യാവശ്യം ക്യാപിറ്റൽ ആൻഡ് മെഷീൻസ് അവിടെ ഉണ്ട്. അങ്ങനത്തെ രാജ്യങ്ങളിൽ വേജ് റേറ്റ്സ് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അപ്പം റിലേറ്റീവ്ലി ക്യാപിറ്റൽ എൻഡൗഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് വേജ് റേറ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ആസ് എ റിസൾട്ട് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിംഗ് ലേബർ ഇൻറ്റൻസീവ് ഗുഡ്സ് ടെക്സ്റ്റൈൽ, സ്പോർട്ടിംഗ് ഗുഡ്സ്, സിമ്പിൾ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ടെൻഡ് ടു ബി മോർ എക്സ്പെൻസീവ് ദാൻ ഇൻ കൺട്രീസ് വിത്ത് പ്ലെൻറ്റിഫുൾ ലേബർ ആൻഡ് ലോ വേജ് റേറ്റ്സ്. അപ്പം ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് ലേബറിൻ്റെ വേജ് റേറ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതെന്തായിരിക്കും, എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ആ പ്രോഡക്റ്റ് അവർ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും, അതായത് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നു, അവർ ഇമ്പോർട്ട് ചെയ്യുന്നു. കാരണം എന്താണ്, ഹോം കൺട്രിയിൽ ആ ലേബർ ഇൻറ്റൻസീവ് പ്രോഡക്ട്സ് എന്താണ് അവിടെ കൂടുതൽ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റിൽ ലോ വേജ് റേറ്റ് അല്ല, ഹൈ വേജ് റേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ലേബർ ഇൻറ്റൻസീവ് പ്രോഡക്റ്റിൽ ക്യാപിറ്റൽ കോസ്റ്റ് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അപ്പോൾ ഇത് അങ്ങനത്തെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുകയും ലേബർ ഇൻറ്റൻസീവ് ആയിട്ട് പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്, ക്യാപിറ്റൽ അവിടെ അബണ്ടൻ്റ് ആണെങ്കിൽ. ക്യാപിറ്റൽ അബണ്ടൻ്റ് ആണെങ്കിൽ ലേബർ ഓട്ടോമാറ്റിക്കലി അവിടെ എന്താവും, സ്കെയർ ആണ്. അതുകൊണ്ട് തന്നെ അത് ലേബർ ചാർജ് അല്ലെ വർക്ക് വേജ് എന്താണ് അവിടെ കൂടുതലായിരിക്കും. ഹെക്സറോളിൻ തിയറിയുടെ ഡെഫിനിഷൻ ഒന്ന് നോക്കിക്കേ. എ നേഷൻ വിൽ എക്സ്പോർട്ട് ദി കമ്മോഡിറ്റി ഹൂസ് പ്രൊഡക്ഷൻ റിക്വയർസ് ദി ഇൻറ്റൻസീവ് യൂസ് ഓഫ് നേഷൻസ് റിലേറ്റീവ്ലി അബണ്ടന്റ് ഫാക്ടർ ആൻഡ് ചീപ്പ് ഫാക്ടർ ആൻഡ് ഇമ്പോർട്ട് ദി കമ്മോഡിറ്റി ഹൂസ് പ്രൊഡക്ഷൻ റിക്വയർസ് ദി ഇൻറ്റൻസീവ് യൂസ് ഓഫ് നേഷൻസ് റിലേറ്റീവ്ലി സ്കെയർ ആൻഡ് എക്സ്പെൻസീവ് ഫാക്ടർ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു നേഷൻ ഏത് കമ്മോഡിറ്റി ആയിരിക്കും എക്സ്പോർട്ട് ചെയ്യുന്നത്, that the production which requires nations relatively abundant and cheap factor, അബണ്ടൻറ്റും ചീപ്പുമായിട്ടുള്ള ഫാക്ടർ ഏതാണോ ആ ഫാക്ടർ യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡായിരിക്കും എക്സ്പോർട്ട് ചെയ്യുന്നത്. മറിച്ച് സ്കെയറും എക്സ്പെൻസീവുമായിട്ടുള്ള ഫാക്ടർ ഏതാണോ ആ ഫാക്ടർ ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം ക്യാപിറ്റൽ ഇൻറ്റൻസീവ് അല്ലെ ക്യാപിറ്റൽ അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു രാജ്യമാണെങ്കിൽ അവിടെ ക്യാപിറ്റൽ എന്തായിരിക്കും, അബണ്ടൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ക്യാപിറ്റൽ അവിടെ ചീപ്പായിരിക്കും. അബണ്ടൻ്റ് ഒത്തിരി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, അവിടെ അത് ചീപ്പായിരിക്കും. അപ്പോൾ ക്യാപിറ്റൽ അബണ്ടൻറ്റും ക്യാപിറ്റൽ ചീപ്പുമായിട്ടുള്ളൊരു രാജ്യം ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രോഡക്റ്റ്, അതായത് ക്യാപിറ്റൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യും. മറിച്ച് ലേബർ അവിടെ എന്താണ്, ലേബർ അവിടെ ചീപ്പായിരിക്കും, ലേബർ അവിടെ സ്കേഴ്സ് ആയിരിക്കും. അതായത് ലേബർ അവിടെ കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കുറവുള്ള സാധനത്തിന് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, അവിടെ പ്രൈസ് കൂടും. അതെന്തുകൊണ്ടാണ്, കുറവുള്ള കാര്യത്തിനൊരു ഡിമാൻഡ് കൂടുതലാണ്. അപ്പോൾ കുറവുള്ള ഫാക്ടറി ലേബർ ആണെങ്കിൽ ആ ലേബർ എന്തായിരിക്കും, സ്കെയർസ്, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് എക്സ്പെൻസീവ്, വില കൂടിയതുമായിരിക്കും. അങ്ങനത്തെ ഗുഡുകൾ, അതായത് ലേബർ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഗുഡുകൾ അവർ ഇമ്പോർട്ട് ചെയ്യും. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹെക്സറോളിൻ തിയറി. പ്ലെൻറ്റിഫുൾ ആയിട്ടുള്ള പ്ലെൻറ്റിഫുൾ ആയിട്ടുള്ള അതുപോലെ തന്നെ ചീപ്പായിട്ടുള്ള പ്രോഡക്റ്റുകൾ, ചീപ്പായിട്ടുള്ള ഫാക്ടറി ഏതാണോ ആ ഫാക്ടറി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ സ്കേഴ്സും എക്സ്പെൻസീവുമായിട്ടുള്ള ഫാക്ടറി ഏതാണോ അത് വെച്ചുണ്ടാക്കുന്ന പ്രോഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതാണ് ഹെക്സറോളിൻ തിയറി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ്. ലേബർ ഇൻറ്റൻസീവും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രോഡക്ട്സ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, ആ പ്രോഡക്റ്റുകളുടെ ഫാക്ടർ അവൈലബിലിറ്റി, ഫാക്ടർ അബണ്ടൻസ് ആണോ, ഫാക്ടർ സ്കെയർ ആണോ, അതുപോലെ തന്നെ ഫാക്ടർ ചീപ്പ് ആണോ, ഫാക്ടർ എക്സ്പെൻസീവ് ആണോ എന്ന് ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു രാജ്യം എക്സ്പോർട്ട് ചെയ്യണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത്. The relatively labor-rich nation exports a relatively labor-intensive commodity. Labor rich ആയിട്ടുള്ള നേഷൻ എന്ത് ചെയ്യുന്നു, ലേബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി അവർ എക്സ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് ഇമ്പോർട്ട്സ് റിലേറ്റീവ്ലി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി ആ സമയം അവരെന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു. കാരണം എന്താണ്, ക്യാപിറ്റൽ ഇവിടെ എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ അവിടെ സ്കെയർസ് ആണ്. അപ്പോൾ സ്കെയർസും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നു. അബണ്ടൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ചീപ്പായിട്ടുള്ള ഫാക്ടറും അവർ എക്സ്പോർട്ട് ചെയ്യുന്നു. This means that nation 1 export X because X is the labor intensive commodity. Nation 1 X എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ കാര്യം എക്സ് എന്ന് പറഞ്ഞാൽ ലേബർ ഇൻറ്റൻസീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയുമ്പം ലേബർ അവിടെ എങ്ങനെയായിരിക്കും, ലേബർ അവിടെ ചീപ്പായിരിക്കും, അതുപോലെ തന്നെ അബണ്ടൻ്റ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അതാണ് ലേബർ ഈസ് ചീപ്പ് ആൻഡ് റിലേറ്റീവ്ലി അബണ്ടൻ്റ് ഇൻ നേഷൻ 1. അതുകൊണ്ടാണ് അവർ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്
അവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഹെക്സറോലൻ തിയറി അബ്സല്യൂട്ട് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ലേബറിനെ അല്ല മെഷർ ചെയ്യുന്നത്, മറിച്ച് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ പെർ വർക്കറിനെയാണ് അവിടെ മെഷർ ചെയ്യുന്നത്. അബ്സല്യൂട്ട് എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെ അല്ല, മറിച്ച് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ പെർ വർക്കർ. ഒരു വർക്കറിൻ്റെ ക്യാപിറ്റൽ പെർ വർക്കറാണ് അവിടെ അവർ കൺസിഡർ ചെയ്യുന്നത്. നോട്ട് ഇൻ അബ്സല്യൂട്ട് എമൗണ്ടിൽ എത്ര ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നുള്ളതല്ല, പെർ വർക്കറിന് പകരമായിട്ട് എത്ര ക്യാപിറ്റലാണ് യൂസ് ചെയ്യുന്നത്. ഒരു വർക്കറിന് പകരമായിട്ട് ഒരു വർക്കർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 10 ആണെങ്കിൽ ക്യാപിറ്റൽ അത് 100 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ 10 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് ഒരു ലേബറിന് 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ എത്ര നേരം കൊണ്ട് അല്ലെങ്കിൽ എന്തോരം ആണ് ക്യാപിറ്റലിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ക്യാപിറ്റൽ പെർ വർക്കറിൻ്റെ ബേസിസിലാണ് എന്ത്, അബ്സല്യൂട്ട് ടേംസിലല്ല റിലേറ്റീവ് ടേംസിലാണ് ഇവിടെ ഹെക്സറോലൻ തിയറിക്കകത്ത് ക്യാപിറ്റൽ എന്ന ഫാക്ടർ കൺസിഡർ ചെയ്യുന്നത്. ഹെക്സറോലൻ തിയറി എന്ന് പറയുമ്പോൾ എ സ്മോൾ കൺട്രി ലൈക്ക് ലക്സംബർഗ് ഹാസ് മച്ച് ലെസ് ക്യാപിറ്റൽ ഇൻ ടോട്ടൽ ദാൻ ഇന്ത്യ ബട്ട് ലക്സംബർഗ് ഹാസ് മോർ ക്യാപിറ്റൽ പെർ വർക്കർ. ലക്സംബർഗ് എന്ന് പറഞ്ഞ രാജ്യത്തിൽ എന്താണ് ക്യാപിറ്റൽ റിലേറ്റീവ്ലി ഇന്ത്യയെക്കാട്ടിലും കുറവാണെങ്കിലും ക്യാപിറ്റൽ പെർ വർക്കർ അവിടെ എങ്ങനെയാണ് കൂടുതലാണ്. ഒരു വ്യക്തിയെക്കാട്ടും ക്യാപിറ്റൽ പെർ വർക്കറിൻ്റെ ടേംസിലാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ക്യാപിറ്റൽ പെർ വർക്കർ ഇന്ത്യയെക്കാട്ടിലും ക്യാപിറ്റൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ അബ്സല്യൂട്ട് ടേംസിലുള്ള ക്യാപിറ്റൽ അവിടെ എന്താണ് ലക്സംബർഗിൽ കൂടുതലാണ്, അല്ല കുറവാണ്, ഇന്ത്യയിലാണ് കൂടുതൽ. എന്നാൽ ലക്സംബർഗിൽ ക്യാപിറ്റൽ പെർ വർക്കർ കൂടുതലായതുകൊണ്ട് അതെന്താണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഹെക്സറോലൻ തിയറിയുടെ ഒരു സിമ്പിളായിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഹെക്സറോലൻ തിയറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്യാപിറ്റൽ പെർ വർക്കർ, അബ്സല്യൂട്ട് ടേംസിലല്ല കൺസിഡർ ചെയ്യുന്നത് പറഞ്ഞു. അതായത് ഇന്ത്യയിൽ എങ്ങനെയാണ്, ഇന്ത്യയിൽ ഓട്ടോമാറ്റിക്കലി ക്യാപിറ്റൽ കൂടുതലാണ്, ഇന്ത്യ ഈസ് എ ബിഗ് കൺട്രി. അപ്പോൾ ക്യാപിറ്റൽ കൂടുതലാണെങ്കിലും ക്യാപിറ്റൽ പെർ വർക്കർ എവിടെയാണ് കൂടുതൽ, ലക്സംബർഗിലാണ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും അവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രോഡക്റ്റ്സ് ആയിരിക്കും ലക്സംബർഗ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ എങ്ങനെയായിരിക്കും ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും എക്സ്പോർട്ട് ചെയ്യുന്നത്. മറിച്ച് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അവർ എന്ത് ചെയ്യുന്നു, അവർ ഇമ്പോർട്ട് ചെയ്യുകയാണ് ലക്സംബർഗ് ചെയ്യുന്നത്. കാരണം എന്താണ്, ക്യാപിറ്റൽ പെർ വർക്കറാണ് അവിടെ കൂടുതൽ. ഇനി ഹെക്സറോലൻ തിയറി സ്റ്റേറ്റ് ദാറ്റ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് റൈസസ് ഫ്രം ഡിഫറൻസസ് ഇൻ നാഷണൽ ഫാക്ടർ എൻഡോമെന്റ്. നാഷണൽ ഫാക്ടർ എൻഡോമെന്റിലുള്ള ഡിഫറൻസസ് ഒക്കെയാണ്. അത് എന്തൊക്കെയായിരിക്കാം, ഈ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്തൊക്കെ കാരണം വരാം, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഈ കാരണങ്ങളൊക്കെയാണ് ഒരു രാജ്യത്ത് എത്രത്തോളം ഫാക്ടർ സ്കെയർ ആണ്, അല്ലെങ്കിൽ അബണ്ടൻ്റ് ആണ്, അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആണ്, ചീപ്പാണ് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്ന എന്തൊക്കെയാണ്, അവിടുത്തെ ലാൻഡ്, ലേബർ, ക്യാപിറ്റലൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് ഒരു കമ്പാരിസൺ എവിടെ നടക്കുന്നത്, ഹെക്സറോലൻ തിയറിക്കകത്ത് നടക്കുന്നത്. ഈ രണ്ട് പോയിന്റുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. എക്സ്പോർട്ട് ഗുഡ്സ് ദാറ്റ് മേക്ക് ഇൻറ്റൻസീവ് യൂസ് ഓഫ് ദോസ് ഫാക്ടേഴ്സ് ദാറ്റ് ആർ ലോക്കലി അബണ്ടൻ്റ് ആയിട്ടുള്ള ഗുഡ് അവിടെ എന്ത് ചെയ്യുന്നു, അവർ ലോക്കലി അബണ്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ് അവിടെ എക്സ്പോർട്ട് ചെയ്യുന്നു. ലോക്കലി സ്കേഴ്സ് ആയിട്ടുള്ള ഫാക്ടർ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ് അവിടെ ഇമ്പോർട്ട് ചെയ്യുന്നു. അതാണ് ഹെക്സറോലൻ തിയറി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ട്രേഡ് തിയറിയാണ് ഹെക്സറോലൻ തിയറി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഇക്കണോമിക്സിൻ്റെ തിയറീസ് ആയിരുന്നു. അതിനകത്ത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി നമ്മൾ നോക്കി, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി നോക്കി, ഹെക്സറോലൻ തിയറി നോക്കി, അതുപോലെ തന്നെ മെർക്കൻറ്റിലിസം എന്താണെന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കി. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, അതുപോലെ തന്നെ ഹെക്സറോലൻ തിയറി, 3 തിയറീസിൻ്റെ ബേസിക് കോൺസെപ്റ്റുകൾ ബൈ ഹാർട്ടായിട്ട് പഠിച്ചിരിക്കണം. ആരാണ് പ്രൊപ്പോണ്ട് ചെയ്തതെന്ന് പഠിച്ചിരിക്കണം. ഷുവറായിട്ടും 100% ആയിട്ട് ഈ ഏറിയുന്നൊരു ചോദ്യം ഉണ്ടായിരിക്കുന്നതാണ്.